ജയിലർ എന്ന തലൈവർ ചിത്രത്തിലൂടെ മോഹൻലാൽ ഒരു അതിഥി വേഷത്തിലെത്തി പ്രേക്ഷകരെ എല്ലാം ഞെട്ടിക്കുകയുണ്ടായി. ഇങ്ങനൊരു അതിഥി വേഷമാണ് സത്യത്തിൽ മോഹൻലാൽ ചെയ്യേണ്ടതെന്ന് അവർ ഒരേപോലെ പറയുകയും ചെയ്തു. ഒരു ഇടവേളയ്ക്ക് ശേഷം അങ്ങനെ ഒരു ചിത്രം കേരളത്തിലെത്തുകയും ഗംഭീര ഹിറ്റ് സമ്മാനിക്കുകയും ചെയ്തിരുന്നു കേരള പ്രേക്ഷകർ. മോഹൻലാലിന്റെ ഈ വരവ് ആരാധകരെ ശരിക്കും ബോധിപ്പിക്കുകയും ചെയ്തു. വീണ്ടും അതുപോലൊരു അതിഥി വേഷത്തിൽ മോഹൻലാൽ തമിഴകത്ത് എത്താൻ പോകുന്നു എന്ന വാർത്തകൾ അതിനുശേഷം വരികയുണ്ടായി. അത് ശിവകാർത്തികേയൻ, AR മുരുകദോസ് ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിലാണ് മോഹൻലാൽ ഇങ്ങനെയൊരു ഗംഭീര ആക്ഷൻ റോളിൽ എത്താൻ പോകുന്ന അതിഥി വേഷത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഉണ്ടായത്. എന്നാൽ അതൊരു വെറും റൂമറായി മാത്രം അവസാനിക്കുമ്പോൾ ആ റൂമർ ഒന്നും കെട്ടടങ്ങിയിട്ടില്ല എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഈ ചിത്രത്തെക്കുറിച്ചുള്ള വലിയ വാർത്തകൾ സോഷ്യൽ മീഡിയയിലെത്തി. AR മുരുകദോസ്, ശിവകാർത്തികേയൻ ഒന്നിക്കുന്ന SK23 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ മോളിവുഡിൽ നിന്നും മോഹൻലാൽ ഒരു ഗംഭീര വേഷത്തിൽ അതിഥി താരമായി എത്തുന്നു എന്നത്. അതിനൊപ്പം തന്നെ ബോളിവുഡിൽ നിന്നും വിദ്യുത് ചമ്പാലും ഒരു ഗംഭീര റോളിൽ ഈ ചിത്രത്തിൽ എത്തുന്നു എന്നതുമായിരുന്നു. ഈ വാർത്തകൾ കെട്ടടങ്ങുന്നില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. ശിവകാർത്തികേയന്റെ ഈ ചിത്രത്തിൽ മൃണാൽ താക്കൂറാണ് നായികയായി എത്തുന്നത്. ഒരു ഗംഭീര ബിഗ് ബജറ്റ് ചിത്രമാണ് ശിവകാർത്തികേയന്റേതായി ഒരുങ്ങുന്നതും. മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു റൂമറായി തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ഈ റൂമർ കെട്ടടങ്ങുന്നില്ല എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം. SK22 എന്ന ചിത്രമാണ് ഇപ്പോൾ ശിവകാർത്തികേയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശിവകാർത്തികേയനും സായി പല്ലവിയും ഒന്നിക്കുന്ന രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ചെയ്യാൻ പോകുന്ന AR മുരുകദോസ് ചിത്രമാണ് SK23. ഈ ചിത്രത്തിലാണ് ജയിലർ എന്ന ചിത്രത്തിന് ശേഷം അതുപോലൊരു ഗംഭീര വേഷത്തിൽ മോഹൻലാൽ എത്തുന്നു എന്ന് പറയപ്പെടുന്നത്. തമിഴകം ഇത് വലിയ രീതിയിൽ വാർത്തകളാക്കുമ്പോൾ മലയാളത്തിലും ഇതിന്റെ അലയൊലികൾ എത്തുന്നുണ്ട്. എന്നാലും പ്രേക്ഷകരൊന്നും സമ്മതിച്ചിരുന്നില്ല. ഇത് വെറും റൂമർ മാത്രമാണ് എന്ന് പറയുമ്പോഴും ഈ റൂമറുകൾ കെട്ടടങ്ങുന്നില്ല എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം. അങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഈ വാർത്തകളെ കൊണ്ടാടുന്നതും. അടുത്തിടെയാണ് ശിവകാർത്തികേയൻ നായകനായ സയൻസ് ഫിക്ഷൻ ചിത്രം അയലൻ എന്ന ചിത്രം റിലീസായത്. ജനുവരി 12 ഈ ചിത്രം റിലീസായതും. തമിഴ് സിനിമയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സീസണുകളിൽ ഒന്നായ പൊങ്കൽ ദിനത്തിലായിരുന്നു ഈ ചിത്രം എത്തിയതും. 2 ചിത്രങ്ങളായിരുന്നു അന്ന് പൊങ്കലായി തമിഴ്നാട്ടിൽ എത്തിയത്. ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലറും ശിവകാർത്തികേയന്റെ ഐലനുമായിരുന്നു. രണ്ടും ഗംഭീരമായി ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളായിരുന്നു. ഈ ഹിറ്റ് ചിത്രങ്ങൾ ഇപ്പോഴിതാ OTT പ്ലാറ്റ്ഫോമുകളിലേക്കും എത്തുകയാണ്.